പണം കൊണ്ടോ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ കുറെ വിദ്യാഭ്യാസം കൊണ്ടോ മനസ്സിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. എല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും ആര് ചെയ്തു തരും? ദൈവം നടത്തിത്തരുന്നതാണ്. കേവലം അന്ധമായ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? അപ്പൊ അതിനെന്താ വഴി? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് ജീവിതത്തിൽ സന്തോഷം വേണം, സ്നേഹം വേണം, സംതൃപ്തി വേണം, പ്രയാസങ്ങളെ നേരിടാൻ മനോധൈര്യം വേണ്ടേ? ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്ന് നമ്മൾ കുട്ടികളെ പോലും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മളെന്താ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച്? നമ്മുടെയൊക്കെ ഒരു അറിവെന്ന് പറയുന്നത് ട്യൂഷന് പോകണം, പഠിക്കണം, കുറെ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായി എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ജോലി നേടി വേണ്ടത്ര ശമ്പളം കിട്ടിയാലും മനുഷ്യൻ തൃപ്തനാണോ? അത് മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? അതുകൊണ്ട് അവന് നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ? പറയൂ, നിങ്ങൾ തുറന്നു പറയൂ, ഉറക്കെ പറയൂ. ഇല്ല. അപ്പൊ ഇതൊന്നും മനുഷ്യന് സാധിക്കാത്തതിന്റെ കാരണം പണം കൊണ്ടോ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ കുറെ വിദ്യാഭ്യാസം കൊണ്ടോ മനസ്സിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ ചില ആളുകൾ പ്രൊഫഷനൊക്കെ വിട്ടിട്ട് അവസാനം വേറെ മേഖലകളിലേക്കൊക്കെ പോകുന്നത്. കുറേ കാലം ഒരു ജോലി ചെയ്തു, പിന്നെ അതെല്ലാം വിട്ടു, ഇതിലൊന്നും എനിക്കൊരു സന്തോഷമില്ല, സംതൃപ്തിയില്ല, ഉണ്ടോ? അവസാനം ബോറടിച്ച് മടുത്ത് ജീവിതം രാജിവെച്ച് പോകുന്നവരില്ലേ? അപ്പൊ അവരത് എൻജോയ് ചെയ്യുന്നില്ലല്ലോ. കുടുംബജീവിതം സന്തോഷം ഇല്ലാത്തത് കൊണ്ട് ഡൈവേഴ്സ് ചെയ്ത് പോകുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ മനുഷ്യന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഇന്ന് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ കൊണ്ട് മുഴുവൻ സാധിക്കുമോ എന്നെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ എന്താ ഒരു മാർഗം എന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ഹിന്ദു റിലീജിയൻ മുഴുവൻ അതിൻ്റെ ഒരു റൂട്ടിൽ നിന്ന് തെന്നിപ്പോയി. കാരണം ഒരു എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഹിന്ദു സിസ്റ്റത്തിന് സാധിച്ചില്ല. എല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും ആര് ചെയ്തു തരും? ദൈവം നടത്തിത്തരുന്നതാണ്. പിന്നെ അനുഭവങ്ങളെ കൊണ്ട് മനസ്സിലാക്കുകയാണ് നമ്മൾ. ഒരു ദൈവത്തിനും ജീവിതത്തിൽ വരാൻ പോകുന്നതിന് തടുക്കാനോ മാറ്റിമറിക്കാനോ മനുഷ്യൻ അത് സഹിക്കണം, നേരിടണം. അതുകൊണ്ടാണ് കുറെ പേര് എത്തിക്സുകളായി മാറിയത്. കാരണം അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരായി. എന്തുകൊണ്ടാണ് അവർ വിശ്വാസം നഷ്ടപ്പെട്ടത്? കാരണം ഒരു കൂട്ടർ അന്ധമായി വിശ്വസിക്കുകയാണ് ഒരു ദൈവത്തിനും ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? സാധ്യമല്ല. വരാനുള്ളതൊക്കെ വഴി തങ്ങില്ല, എല്ലാം വരേണ്ടത് വന്നിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ കേവലം അന്ധമായ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? മനസ്സിനെ ഒരു പ്രാർത്ഥന കൊണ്ട് മനസ്സിനെ അത് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കാൻ പറ്റുമോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? പറ്റുമോ ഇല്ലയോ? അപ്പൊ അതിനെന്താ വഴി? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ പ്രാർത്ഥനയല്ലേ ഭൂരിപക്ഷ ആളുകൾക്കുള്ളത്. അതിനെന്താ ഒരു വഴിയുള്ളത്? അവിടെയാണ് നമുക്ക് സത്സംഗം എന്ന് പറയുന്നത്. എന്താണ് സത്സംഗം? അതുപോലെ സാധന, രണ്ട് കാര്യങ്ങളാണ്. ഹിന്ദുമതത്തിന്റെ ഈ രണ്ട് റൂട്ടുകൾ. സത്സംഗം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്ന, തന്നെ കൂടുതൽ അറിയുന്ന, തന്നെ കൂടുതൽ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന പഠനങ്ങളെയാണ് എന്തു പറയുക? സത്സംഗം. ഇനി എന്തു വേണം? തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി തൻ്റെ സാധ്യതകളിലേക്ക്, തൻ്റെ ശക്തിയിലേക്ക് മനസ്സിനെ ഉയർത്താൻ താൻ എടുക്കുന്ന പരിശീലനങ്ങളെയാണ് സാധന എന്ന് പറയും. ഈ രണ്ട് വാക്കുകളും നമുക്ക് വളരെ പ്രധാനമാണ്. ഏതൊക്കെ? സത്സംഗവും സാധനയും. ഇന്ന് ഹിന്ദുമതത്തിൽ അതില്ല. ഹിന്ദുമതത്തിൽ മുഴുവൻ പ്രാർത്ഥനയാണ്, തൊഴുതുപോവലാണ്. ആര് പറഞ്ഞു തൊഴുതുപോവലാണ് ഹിന്ദുമതം എന്ന്? ആര് പറഞ്ഞു പ്രാർത്ഥിക്കലാണ് ഹിന്ദുമതം എന്ന്? അതുകൊണ്ട് നമ്മൾ മുഴുവൻ റൂട്ട് തെറ്റിപ്പോയി, കംപ്ലീറ്റ് റൂട്ട് തെറ്റിയിട്ട് വളർന്നു.
അപ്പം അതിനൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. വേണ്ടേ? കൃഷ്ണൻ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഗുരുക്കന്മാരെന്താണോ പറഞ്ഞത്, ആ റൂട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ ഇന്ന് കാണുന്ന ഈ ഓട്ടത്തിൽ ഓടണം എന്നാണോ ആഗ്രഹം? പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കൃഷ്ണൻ പറഞ്ഞ റൂട്ടിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അതേപോലെ ഗുരുക്കന്മാർ പറഞ്ഞ റൂട്ടിലൂടെ പോകണം എന്ന് ആഗ്രഹിക്കണം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. ഈ തൊഴുതു പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരിൽ ഉള്ളിലൊരു സംതൃപ്തിയും മനോധൈര്യവും ഒരു ഈശ്വരപ്രാപ്തിയുടെ ഒരു ഭഗവാനെ കണ്ടു അല്ലെങ്കിൽ ഭഗവാനെ അറിഞ്ഞു, ഈ കൃതാർത്ഥത ഉള്ളവരാണോ അവര്? സത്യം പറയൂ. നിങ്ങളെ കണ്ടിടത്തോളം തൊഴുതു പോകുന്ന ആളുകളെയൊക്കെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ ആർ ദേ റിയലി ഹാപ്പി മെന്റലി? ഉറക്കെ പറയൂ, അല്ല. എന്നാൽ കൃഷ്ണൻ പറഞ്ഞ റൂട്ടിലൂടെ നമ്മൾ പോയാൽ കൃഷ്ണൻ പറയുന്നു, നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാൻ, പ്രാപിക്കാൻ സാധിക്കും. മയ്യേവ പ്രവിലീയതേന. എന്താണ് മയ്യേവ പ്രവിലീയതേ എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ആ വാക്കുകളൊക്കെ മനസ്സിലായില്ല. എന്നിൽ തന്നെ, അതായത് നിങ്ങൾ ഗീതാ പുസ്തകം എടുക്കുക, അതിൽ 11-ാമത് അധ്യായത്തില് 54-ാം ശ്ലോകത്തില് കൃഷ്ണൻ പറയുന്നു, ഗീതയിൽ 11-ാം അധ്യായത്തിൽ 54-ാം ശ്ലോകം, ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ആരാണോ എന്നെ ഭക്തിയ, ഏത് ഭക്തി? അനന്യയാ ഭക്തിയ. അതൊക്കെ എന്താ നമുക്ക് പിന്നീട് പഠിക്കാം. അനന്യ ഭക്തി, ഇപ്രകാരം അങ്ങനെ ഒരു ഭക്തി ഉണ്ട്. ഏത് ഭക്തി? അതാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്ന ഭക്തി ഏതല്ല? അനന്യഭക്തിയല്ല. അപ്പൊ അനന്യഭക്തിയിലൂടെ റൂട്ടിലൂടെ ഒരാൾ പോകുന്നുവെങ്കിൽ മാം തത്വേന ദൃഷ്ടും, എന്നെ താത്വികമായി ദൃഷ്ടും എന്ന് പറഞ്ഞാൽ ദൃഷ്ടും കാണാൻ സാധിക്കും. തത്വേന ദൃഷ്ടും ജ്ഞാതും ദ്രഷ്ടും പ്രവേഷ്ടും. ഈ 3 വാക്കുകൾ നിങ്ങളൊന്ന് ആവർത്തിക്കണം. ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. പറയൂ. ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. ഒന്ന് ആവർത്തിക്കൂ. എന്തൊക്കെയാണ് ഈ ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും എന്ന് പറഞ്ഞാല്? അനന്യഭക്തിയുടെ റൂട്ടിലൂടെ പോയാൽ ജ്ഞാതും എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ പറ്റും. വ്യക്തമായി അറിയാൻ പറ്റും. ആരാണ് കൃഷ്ണൻ എന്ന കാര്യത്തിൽ സംശയമില്ലാതെ, കിഞ്ചിസ് സംശയം, കിഞ്ചിസ് ഡൗട്ട്, ഒരു ഇംഗ്ലീഷിൽ പറയും അയോട്ട ഓഫ് ഡൗട്ട്, ഒരു സ്പാർക്ക് ഓഫ് ഡൗട്ട് ഇല്ലാതെ നമുക്ക് ഭഗവാനെ നമുക്ക് പ്രോപ്പർലി അറിയാൻ പറ്റും. ജ്ഞാതും ദൃഷ്ടും എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടല്ല, തത്വേന. എങ്ങനെ? താത്വികമായി കൃഷ്ണനെ കാണാൻ പറ്റും. ഏത് രൂപത്തിൽ? ഇപ്പൊ നമ്മൾ വിഗ്രഹ രൂപത്തിലാണ് കാണുന്നത്. ഇത് ഏത് രൂപത്തിൽ? കൂടെ വരണം നിങ്ങള്, ആ വാക്ക് റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ. ഏത് രൂപത്തിൽ? തത്വേന ദൃഷ്ടും. ഒന്ന് പറയൂ. താത്വികമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാനം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, മാം പ്രവേഷ്ടും എന്നാണ്. നിങ്ങൾക്ക് എന്നിലേക്ക് പ്രവേഷ്ടും എന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും എല്ലാം ഒന്നായി. സാധാരണ ഭക്തന്മാർക്ക് ഇത് സംഭവിക്കുന്നുണ്ടോ? സാധാരണ ഒരു ഭക്തന് ഇത് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ആ റൂട്ടിൽ പോണോ ഈ റൂട്ടിൽ പോണോ? ഏത് റൂട്ടിലാണ് പോകേണ്ടത് ആദ്യം തീരുമാനിക്കും നിങ്ങൾ. ഇപ്പം നമ്മുടെ ഈ ഗൂഗിൾ മാപ്പിലുണ്ടല്ലോ, നമ്മുടെ ഇവിടെ അത് വന്നിട്ടില്ല, എന്നാലും ഉണ്ട്. ഈ ചില സമയത്ത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഓപ്ഷൻസ് തരും. ഓപ്ഷൻസ് പറഞ്ഞാൽ ഹൈവേ ടോൾ റോഡുണ്ട്, ചിലപ്പോൾ ടോൾ ഇല്ലാത്ത റോഡുണ്ടാവും, ചിലപ്പം കൺട്രി റോഡുകൾ ഉണ്ടാവും. ഇതൊക്കെ ഓപ്ഷൻസ് തരും. ഈ ഓപ്ഷൻസ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിലൂടെ വണ്ടി നമ്മളെ കൊണ്ടുപോകും. മനസ്സിലാവുണ്ടല്ലോ? ഇതുപോലെ നമുക്ക് ഓപ്ഷൻ തരാം. തൊഴുതു പോകുന്ന ഓപ്ഷനും ഉണ്ട്. ദൃഷ്ടും ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. വാക്കൊന്നുകൂടി പറയൂ, ഒന്ന് ഉറപ്പിച്ചു പറയൂ. എനിക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
കാരണം നിങ്ങളുടെ തലയിൽ ഇത് നിൽക്കണം. അടുത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മറന്നു പോകരുത്. മനസ്സിലായില്ലേ? ജ്ഞാതും ദ്രഷ്ടും പ്രവിഷ്ടും. എന്താണ്? ആ റൂട്ടിലൂടെ പോകണം. ഏത് റൂട്ടിലൂടെ പോകണം? മറ്റത് മാന്തും ചൊറിയും അവസാനം പഴിക്കും. അപ്പൊ ഈ ചൊറി പറയുന്ന, പഴി പറയുന്ന, കുറ്റപ്പെടുത്തുന്ന, പ്രാക്ക് പറയുന്ന, വിഷമം പറയുന്ന, വേദന പറയും, ആ റോഡ് വേണോ ഈ റോഡ് വേണോ? ഏത് വേണം? അപ്പൊ ഇങ്ങനെ 2 റോഡുകളുണ്ട് ഭക്തിയുടെ. അപ്പൊ ഭഗവാൻ പറയുന്ന പാതയിലൂടെ നമ്മൾ പോകണമെങ്കിൽ നമ്മളുടെ കുറച്ചൊരു പണിയുണ്ട്. എന്താ പണി? ആദ്യം യാതും എന്നാ കൃഷ്ണൻ പറഞ്ഞത്. എന്താണ്? അറിവിലൂടെ മാത്രമേ ഈ പാതയിലൂടെ പോവാൻ. ഇപ്പൊ മെനക്കെടലുണ്ട്. ഇത് എളുപ്പമല്ല. കാരണം ഇത് വേണ്ട രീതിയിൽ അറിയേണ്ടതുണ്ട്, ഇത് പഠിക്കേണ്ടതുണ്ട്, ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദു ഭൂരിപക്ഷത്തിനും അങ്ങനെ ഒരു ജ്ഞാതും എന്നുള്ളൊരു സമ്പ്രദായം ഇല്ല. ഭൂരിപക്ഷം എന്താണ്? ഈ പശുക്കളെ, ഒരു 10-25 പശുക്കളുണ്ടെങ്കിൽ അതിനെ അഴിച്ചുവിട്ടാൽ എന്താ സംഭവിക്കുക? എല്ലാവരും ഒറ്റ ഓട്ടം ഓടും. ഇതുപോലെയാണ് അമ്പലത്തിൽ നോക്കൂ, അഴിച്ചുവിട്ട പശുക്കൾ പുതിയാണ്. ആ ഗേറ്റ് ഇങ്ങോട്ട് തുറക്കേണ്ട താമസം. ഈ ആലയിലെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? പശുവിന്റെ ആലയിലെ ഗേറ്റ് തുറന്നാൽ എന്താ സംഭവിക്കുക? പശുക്കളെല്ലാം പുറത്തേക്ക്. അത് ഇപ്പോഴത്തെ പശുക്കളാണെങ്കിൽ അങ്ങനെ പുറത്തു പോയില്ല. കാരണം കെട്ടിയിട്ട് ശീലിച്ചാൽ അറിയില്ല കൊണ്ട് പുറത്തു പോകും. ഡെയിലി നിങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് പശുവിനെ വളർത്തുമ്പോൾ പുറത്ത് കിട്ടുന്നൊരു കാലം ഉണ്ടായി. ഉണ്ടോ ഇല്ലയോ? അപ്പൊ പശുവിനെ പുറത്തേക്ക് ഇറക്കിയാൽ അതിന്റെ കുട്ടി, ആ കുട്ടി അമ്മയുടെ കൂടെ പുറത്തേക്ക് പോകുന്ന പോലെ ഈ അമ്പലത്തില് അവിടെ ഇങ്ങനെ കുറെ അഴികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പശുക്കളും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, എല്ലാം ഒരു 90% നമ്മുടെ ഹിന്ദു സമൂഹം ഒരു ബ്ലൈൻഡ് ഭക്തിയിൽ ജീവിക്കുന്നവരാണ്.